let S equal to set x such that cos inverse x equal to pi plus sin inverse x plus sin inverse 2x plus 1. Then summation x belongs to S 2x minus 1 the whole square is equal to cos inverse x തന്നിട്ടുണ്ടല്ലേ. cos inverse x equal to pi plus sin inverse x plus sin inverse 2x plus 1. ഫസ്റ്റ് നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സിനെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ടേമിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് എക്സിനെ പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ബാക്കി എന്ത് വരും? ഇത് താഴെ നമുക്ക് അതുപോലെ എഴുതിയാൽ മതി. ഇനി ഈ പൈ പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സിനെ ഞാൻ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് പൈ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x പ്ലസ് 1. ഓക്കെ അല്ലേ? അടുത്ത എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് സൈൻ ഇൻവേഴ്സ് 2x പ്ലസ് 1 എഴുതാം. ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് പൈ മൈനസ് പൈ ബൈ 2 മൈനസ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഇനി നമുക്ക് ഈ സൈൻ ഇൻവേഴ്സ് എക്സിനെ കളയാം. അതിനായിട്ട് നമുക്ക് രണ്ട് സൈഡിലും സൈൻ കൊണ്ടുവരാം. അപ്പം സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 2x പ്ലസ് 1 ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് പൈ ബൈ 2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഈ സൈനും സൈൻ ഇൻവേഴ്സ് എക്സും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ മൈനസ് സൈൻ ഓഫ് പൈ ബൈ 2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 2x പ്ലസ് 1 ഈക്വൽ ടു മൈനസ് സൈൻ പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് സൈൻ പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് മൈനസ് കോസ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, 2x പ്ലസ് 1 ഈക്വൽ ടു മൈനസ്, ഇവിടെ നോക്കിയേ, കോസ് 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇത് കോസ് 2xൻ്റെ ഫോമിലല്ലേ. ഇതിനെ ഞാൻ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആ ഒരു ഫോമിൽ എഴുതാൻ വേണ്ടി പോവാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സിന് വരെ ഇവിടെ എന്താ നടക്കുന്നത്? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? 2x പ്ലസ് 1 ഈക്വൽ ടു മൈനസ് 1 മൈനസ് ഈ സൈനും സൈൻ ഇൻവേഴ്സ് എക്സും കളയാം. ഈ സ്ക്വയർ എന്ത് ചെയ്യും? എക്സിന് വരും. അപ്പോൾ 1 മൈനസ് 2 എക്സ് സ്ക്വയർ എന്ന് വരും ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് 1.
ഇപ്പോൾ ഇവിടെ നോക്കിയേ 2x+1 = 2x² - 1 എന്ന് വരും. നമുക്ക് എഴുതാം 2x² - 2x - 2 = 0. x² - x - 1 = 0. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആളെ നോക്കിയേ. എക്സ് ബിലോങ്സ് ടു എസ് 2x - 1 ദി ഹോൾ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് = എന്ത് ചെയ്യണം? -b ± ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഇവിടെ വരാൻ പോകുന്നത് -b എന്ന് പറയുമ്പോൾ 1 ± √b² - 4ac. b² എന്ന് പറയുമ്പോൾ 1 മൈനസ് 4ac എന്ന് പറയുമ്പോൾ -4. അപ്പോൾ 1 - -4 എന്ന് പറയുന്നത് +5 ആണ്. ബൈ 2a. 2a എന്ന് പറയുമ്പോൾ ഇവിടെ 2 വരും. അപ്പോൾ എക്സിന് വരാൻ പോകുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1 + √5/2 അല്ലെങ്കിൽ 1 - √5/2. ഇതാണ് എക്സിന് വരാൻ പോകുന്ന വാല്യൂസ്. ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് എക്സിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ എന്താണ്, രണ്ട് വാല്യൂസും വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സിന് ഏതൊക്കെ വാല്യൂ വരുമെന്ന് ഇവിടെ ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നോക്കിയേ, എക്സ് സച്ച് ദാറ്റ് cos ഇൻവേഴ്സ് x = π + sin ഇൻവേഴ്സ് x + sin ഇൻവേഴ്സ് 2x + 1 ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ cos ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്താണ്? cos ഇൻവേഴ്സ് x അല്ലേ? cos ഇൻവേഴ്സ് x. അതേപോലെ തന്നെ ഇവിടെ sin ഇൻവേഴ്സ് x ഉണ്ട്. cos ഇൻവേഴ്സ് x, sin ഇൻവേഴ്സ് x. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡൊമൈൻ നമുക്കറിയാം. ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 1 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ഇവിടെ sin ഇൻവേഴ്സ് 2x + 1 ഉണ്ട്. sin ഇൻവേഴ്സ് 2x + 1. ഇതിൻ്റെ ഡൊമൈൻ എന്ത് വരും? ഇതിൻ്റെ ഡൊമൈൻ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 2x അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? -2 വരും, ഇവിടെ 0 വരും. അപ്പോൾ എക്സ് ഇവിടെ എന്ത് വരും? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ sin ഇൻവേഴ്സ് 2x + 1ൻ്റെ ഡൊമൈൻ -1, ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 0 ആണ്. അപ്പോൾ ഓവറോൾ ഡൊമൈൻ എന്ത് വരും? നമ്മൾ ഏതൊക്കെ ഡൊമൈൻ കൺസിഡർ ചെയ്യണം? ഈ ഡൊമൈനും കൂടി കൺസിഡർ ചെയ്യണം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയുള്ള ഇൻ്റർസെക്ഷൻ ആയിരിക്കും നമ്മുടെ ഓവറോൾ ഡൊമൈൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഓവറോൾ ഡൊമൈൻ എന്ത് വരും? ഓവറോൾ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ -1, 0 ആണ് നമ്മുടെ ഓവറോൾ ഡൊമൈൻ വരുന്നത്. എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇംപ്ലൈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 വരാം, അല്ലെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് വരത്തില്ല. എക്സ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന് ഏത് വാല്യൂ എടുക്കാൻ പറ്റും? ഇവിടെ നിന്ന് എക്സിന് ഏത് വാല്യൂ എടുക്കാം? എക്സ് = 1 - √5/2 എടുക്കാൻ പറ്റത്തുള്ളൂ. 1 + √5/2 എടുത്താൽ എന്താണ്? എക്സ് എന്താകും? ഗ്രേറ്റർ ദാൻ 0 ആകും. അത് വരത്തില്ല. അതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 1 - √5/2. ഇതാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ. കണ്ടുപിടിക്കാനുള്ള എന്താണ്? 2x - 1 ദി ഹോൾ സ്ക്വയർ. അതിന് വേണ്ടിയിട്ട് നോക്കിയേ, ഈ 2നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2x = 1 - √5 എന്ന് വരും. ഈ 1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2x - 1 = -√5 എന്ന് വരത്തില്ലേ? അങ്ങനെയാണെങ്കിൽ 2x - 1 ദി ഹോൾ സ്ക്വയർ =
-√5ൻ്റെ സ്ക്വയർ എന്താണ് 5 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 2x - 1 ² = 5. ഓക്കെ അല്ലേ? ആൻസർ 5.